പ്രിയ സഹോദരരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവെന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം പറയുന്നു. അതിനായി സർവശക്തനായ യേശു രാജാവ് ഒരിക്കൽ കൂടി അനുവദിച്ചു ഓർത്ത് യേശു രാജാവിന് നന്ദി സ്തുതി സമർപ്പിക്കുന്നു. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് വിദേശ രാജ്യത്തിൽ നിന്ന് ഒരു സഹോദരൻ എളിയദാസന് ഒരു വോയിസ് ക്ലിപ്പും ഒരു ചിത്രവും എല്ലാം കൂടി ഫോർവേഡ് ചെയ്തിട്ട് തന്നു. അതിനകത്ത് കാണുന്ന സംഭവം ഇതാണ്. സുന്ദരിയായൊരു യുവതിയാണ്. നല്ല സൗന്ദര്യമുണ്ട്, നല്ല വിദ്യാഭ്യാസമുണ്ട്, നല്ല ജോലിയുമുണ്ട്. ഇന്ത്യക്ക് വെളിയിൽ നല്ലൊരു രാജ്യത്ത് നല്ലൊരു ജോലി, സാമ്പത്തികമായിട്ട് പുരോഗതിയുണ്ട്, ഒരു കുഴപ്പമില്ല, സാമ്പത്തികമായിട്ടുള്ള പ്രശ്നം അല്ല എന്ന് അദ്ദേഹം ഇത് തന്നയാൾ വിലയിരുത്തി പറയുകയാണ്. ആ തന്നയാളും ഈ വോയിസ് ക്ലിപ്പ് ഇട്ട് തന്നയാളും ആ സഹോദരി ജോലി ചെയ്യുന്ന രാഷ്ട്രത്തിൽ തന്നെയാണുള്ളത്. സംഭവം ഇതാണ്. അത്രയും വിദ്യാഭ്യാസവും ശമ്പളവും ഒക്കെയുള്ള ആ സഹോദരി ആത്മഹത്യ ചെയ്തു. എന്തിനു വേണ്ടിയെന്ന് അവിടെയുള്ള പല മലയാളികളും അന്വേഷിച്ചിട്ട് യാതൊരു വിധത്തിലും അത് മനസ്സിലാകുന്നില്ല. എന്തുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ ആത്മഹത്യകൾ വർദ്ധിക്കുന്നു ചെയ്യുന്നു? മറ്റൊരു തലത്തിൽ ചിന്തിച്ചാൽ കൊലപാതകങ്ങൾ അത് വല്ലാതെ പെരുകിയിരിക്കുന്നു. വേറെ രീതിയിൽ പറഞ്ഞാൽ എങ്ങനെ കൊല്ലാം എന്ന ആസൂത്രണം നടന്നുകൊണ്ടിരിക്കുന്നു. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ലോകത്തെല്ലാം യുദ്ധങ്ങളിങ്ങനെ പെരുകി വരുന്നു. എവിടെയും കൊലപാതകം. ഇനി കൊല ചെയ്യപ്പെട്ടില്ലെങ്കിൽ ആത്മഹത്യകൾ, അല്ലെങ്കിൽ അതിന് തത്തുല്യമായ മാനസിക ഡിപ്രഷനാൽ വന്നിട്ട് ഭവനങ്ങളിൽ വലിയ കലഹങ്ങൾ. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട് മാരി ജോസഫിനെ കുറിച്ചൊക്കെയുള്ള വാർത്തകൾ കേൾക്കുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ ഉള്ളിലൊക്കെ സംഭവിക്കുന്നത്? എന്താണ് ഇതിൻ്റെ അടിസ്ഥാന പ്രശ്നം? വിശുദ്ധ ഗ്രന്ഥത്തെ ആസ്പദമാക്കി ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തിയാലേ നമ്മുടെയൊക്കെ ജീവിതത്തെ അല്ലെങ്കിൽ സമൂഹത്തെ സഭയെ ഒക്കെ സംബന്ധിക്കുന്ന നിരവധിയായ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ കഴിയുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, അത് ഇപ്രകാരമാണ്. നമ്മളത് കണ്ടെത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യമെന്ന് പറയുന്നത്, ഹോസ്യ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ഒരു വചനമുണ്ട്. ഹോസ്യ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 2-ാം തിരുവചനം. അവിടെ ഇങ്ങനെ കാണുകയാണ്. ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, കൃപായുഗം അഥവാ സുവിശേഷത്തിൻ്റെ കാലഘട്ടം കടന്നുപോയി. സുവിശേഷത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പ്രത്യാശയാണ്. യേശുക്രിസ്തു വീണ്ടും വരുമെന്നും യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യരക്ഷയുണ്ടെന്നുമുള്ള പ്രത്യാശ ഒന്ന്. രണ്ടാമത്, ക്രിസ്തുവിൽ ആശ്രയിക്കുന്നവർ, യേശുവിൽ വിശ്വസിക്കുന്നവർ, അവർക്ക് സമ്പത്തുണ്ടാകും, അവരുടെ വിവാഹം നടക്കും, വിദേശ ജോലികൾ കിട്ടും, വീടുകൾ പണിയാൻ പറ്റും, സ്ഥലങ്ങൾ വാങ്ങിക്കൂട്ടാൻ പറ്റും, വലിയ വിദ്യാഭ്യാസം കിട്ടും. അങ്ങനെ എല്ലാം യേശുവിനോട് ചേർന്ന് നിന്നാൽ യേശു ക്രിസ്തു ഇതെല്ലാം തരുമെന്നുള്ളൊരു വിശ്വാസവും പ്രത്യാശയും കൊണ്ട് അങ്ങനെ സുവിശേഷം കേരളത്തിലും ലോകത്തിലും പടർന്ന് പന്തലിക്കുകയും ക്രിസ്തുവിൽ ആശ്രയിച്ചവർ വലിയ വിദേശ ജോലിയൊക്കെ നേടി രക്ഷപ്പെടുകയും ചെയ്യുന്നു നമ്മൾ കണ്ണുകൊണ്ട് കണ്ടപ്പോൾ നമ്മുടെ എല്ലാം കണക്കുകൂട്ടൽ യേശു ക്രിസ്തു വലിയ വിദ്യാഭ്യാസം തരുന്ന ആളാണ്, അക്കാദമികളിൽ കൂടെ നമുക്ക് വിദേശ ജോലി തരുന്ന ആളാണ്, അങ്ങനെ എല്ലാവിധ സാമ്പത്തിക പുരോഗതിയും രക്ഷയും തരുന്ന ഒരു വ്യക്തിത്വമാണ് യേശുക്രിസ്തുവിൻ്റേത്. അതുകൊണ്ട് യേശുക്രിസ്തുവിൽ പൂർണ്ണമായിട്ടും വിശ്വസിക്കാം. ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ എനിക്ക് എല്ലാം കിട്ടും. ഇനി നിത്യജീവൻ കിട്ടിയില്ലെങ്കിൽ പോകട്ടെ, അതൊരു പ്രശ്നമേ അല്ല. നിത്യജീവൻ ഇല്ലെങ്കിലും എനിക്ക് വിഷയമില്ല. പക്ഷേ എനിക്ക് വേണ്ടുന്നത്, വളരെ അത്യാവശ്യമായിട്ട് എനിക്ക് വേണ്ടുന്ന ഒരു കാര്യം സമ്പത്താണ്. രണ്ടാമത് സ്ഥാനമാനങ്ങളാണ്. 3 ഭൗതിക മേഖലകളിലെ ആസ്വാദനങ്ങൾ, അതായത് സുഖലോലുപത, ആഡംബരം എന്നൊക്കെ പറയാം. ഇതൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ദേവാലയങ്ങളിൽ കുഞ്ഞിനെ മാമോദിസ കൊടുക്കുകയാണെങ്കിൽ ഈ അതിന് സഹായമായിട്ട് നിൽക്കുന്ന അപ്പനമ്മയുണ്ട്. അവർ സഹായമായിട്ട് നിൽക്കുന്ന മാതാപിതാക്കന്മാർ ഒരു ഏറ്റു പറയും. അവർ പറയുന്നുണ്ട്, സാത്താനെയും അവൻ്റെ ആഡംബരത്തെയും നീ ഉപേക്ഷിക്കുന്നുവോ? അപ്പോൾ ഇത് കൂട്ടായിട്ട് നിൽക്കുന്നവരെ സഹായിയായിട്ട് കൊണ്ട് നിർത്തിയിരിക്കുന്നവരുണ്ട്. അവർ പറയും, ഞങ്ങൾ ഉപേക്ഷിക്കുന്നു എന്ന് പറയും. നീ ആഡംബരത്തെ ഉപേക്ഷിക്കുന്നുവോ? ഞങ്ങൾ ഉപേക്ഷിക്കുന്നു. നീ പിശാചിനെ അവൻ്റെ സൗന്ദര്യത്തെയും അവൻ്റെ ആഡംബരത്തെയും ഉപേക്ഷിക്കുന്നു. ഇതൊക്കെ പറഞ്ഞ് നമ്മളവിടെ വാഗ്ദാനം ചെയ്യും. ഇതിനെ ഉപേക്ഷിക്കുന്നു പറഞ്ഞ ആൾ തന്നെ കാറെ കയറി 2 നില വാർക്ക് വീട്ടിലേക്ക് പോകും.
മറ്റൊന്ന്, ഈ കുഞ്ഞ് വളർന്നു വന്നു കഴിയുമ്പോൾ ആദ്യമേ തന്നെ വിദ്യാഭ്യാസത്തിനായിട്ട് കൊണ്ട് ഇംഗ്ലീഷ് മീഡിയത്തിൽ കൊണ്ട് നിർത്തും. 1-ാം ക്ലാസ് മുതൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടി, വലിയ വിദ്യാഭ്യാസം നേടി. 10-ാം ക്ലാസ് കഴിയുമ്പോഴത്തേനും ജർമ്മൻ ഭാഷ, ഫ്രഞ്ച് ഭാഷ, അമേരിക്കൻ ഭാഷ, ലണ്ടൻ ഭാഷ പഠിച്ചു. അതും പഠിച്ച് പിന്നെ പഠിക്കുന്നത് എന്താണ്? 18 ലക്ഷം 20 ലക്ഷം കൊടുത്ത് കാനഡയിലേക്കും അമേരിക്കയിലേക്കും കയറിപ്പോയി. അപ്പോൾ ഇവിടെയൊക്കെ എന്ന് സമയത്ത് സാത്താൻ്റെ മുമ്പിൽ, ക്രിസ്തുവിൻ്റെ മുമ്പിൽ, ദൈവത്തിൻ്റെ മുമ്പിൽ കൊടുത്ത വാഗ്ദാനത്തിന് പുല്ലുവില പോലുമില്ലാതെ അതിനൊരു പുച്ഛ മനോഭാവം കൊടുത്തുകൊണ്ട് സഭയും ജനങ്ങളും ക്രിസ്ത്യാനികളും സാത്താൻ്റെ പിന്നാലെ പോകുമ്പോൾ ആദ്യം അവളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എന്താണെന്ന് നാം മനസ്സിലാക്കണമെങ്കിൽ അവിടെയാണ് നമ്മൾ ഹോസിയ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 2-ാം തിരുവചനത്തിൽ പറയണം. അവിടെ ഇങ്ങനെ എഴുതിയാണ്: വേശ്യാവൃത്തി വലിച്ചെറിയാനും മാറിൽ നിന്ന് പരസംഗം തുടച്ചു മാറ്റാനും അവളോട് വാദിക്കുക. അത് പ്രവാചകനായ ദൈവം പ്രവാചകനായ ഹോസിയായിലൂടെ പിതാവായ ദൈവം ഇസ്രായേൽക്കാരെ നോക്കി പറഞ്ഞതാണ്. ശരി തന്നെയാണ്. അത് നമുക്ക് അങ്ങനെ വ്യാഖ്യാനിച്ച് ഒരു ആശ്വാസം വേണേ കണ്ടെത്താം. പക്ഷേ അതേ വചനങ്ങൾ നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉണ്ടായിരിക്കുമ്പോൾ, നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കുമ്പോൾ നാം അത് വായിച്ചേ പറ്റൂ. അതിൻ്റെ അർത്ഥത്തിലെ അറിവിൻ്റെ തലവും ജ്ഞാനത്തിൻ്റെ തലവും അതീന്ദ്രിയ ജ്ഞാനത്തിൻ്റെ തലവും ഉപയോഗിച്ച് വിശുദ്ധി പ്രാപിക്കാൻ നിശ്ചയം നമ്മൾ അതിന് മെനക്കെട്ടേ പറ്റൂ. ഇല്ലെങ്കിൽ എന്തു സംഭവിക്കുമെന്ന് ചോദിച്ചാൽ, ഇന്ന് ആ സഹോദരൻ ഇട്ട് തന്ന ആ ക്ലിപ്പ്, ആ ഓഡിയോ ഞാൻ കണ്ടിട്ട്, സുന്ദരിയായൊരു സ്ത്രീ, സമ്പത്തുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, സൗന്ദര്യമുണ്ട്, പണമുണ്ട്, വിദേശ ജോലി ആഗ്രഹിച്ചു, അത് കിട്ടി. എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്തു? അവിടെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ഒന്നാമത്തെ കാരണം കണ്ടെത്താം. വേശ്യാവൃത്തി വലിച്ചെറിയാനും മാറിൽ നിന്ന് പരസംഗം തുടച്ചു മാറ്റാൻ അവൾ വാദിക്കുക. അപ്പോൾ ഒന്നാമത്തെ ലക്ഷണം, ആ സഹോദരിയുടെ ചിത്രം കാണുമ്പോൾ ആ സഹോദരിയുടെ മാറിടത്തിൽ ഒരു ഷാളില്ല, മാറിടം തുറന്ന് കാണിക്കുന്ന രീതിയിലുള്ള ഒരവസ്ഥ. അതിന് മാറിടത്തിൽ ഇതിങ്ങനെ കാണാൻ സാധിച്ചാൽ അവിടെ വ്യഭിചാര ആസക്തി ആ സ്ത്രീയിലുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവർക്കും അതേ സംഭവം കാണിക്കുന്നു എന്നാണ് അർത്ഥം. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, മാറിൽ നിന്ന് പരസംഗം എടുത്ത് മാറ്റാൻ അവൾ വാദിക്കുക. അതൊന്നാമത്തെ ലക്ഷണം. ഇനി 2-ാമത്തെ ലക്ഷണത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. അവിടുന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ ഹോസിയ പ്രവാചകന്റെ പുസ്തകം തന്നെ 4-ാം അധ്യായം അതിൻ്റെ 12-ാം തിരുവചനത്തിലേക്ക് വരണം. അവിടെ ഇങ്ങനെ കാണുകയാണ്: വ്യഭിചാരത്തിന് ദുർഭൂതം അവരെ വഴിതെറ്റിച്ചു, പരസംഗത്തിനു വേണ്ടി തങ്ങളുടെ ദൈവത്തെ അവർ പരിത്യജിച്ചു, ഗിരിശൃംഗങ്ങളിൽ അവർ ബലിയർപ്പിക്കുന്നു. അതാണ് 2-ാമത്തെ കാര്യം. വ്യഭിചാരത്തിന് ദുർഭൂതം വ്യക്തികളിൽ വസിക്കുന്നു. അപ്പോൾ എവിടെ നിന്നാണ് ഈ വ്യഭിചാര ദുർഭൂതം, ദുർപിശാച് എങ്ങനെ ഈ വ്യക്തിയിലേക്ക്? ആ വ്യക്തിയെ മാത്രമല്ല, ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന 98% ആളുകളിലും ഈ വ്യഭിചാര ദുർഭൂതം കയറി കൂടിയിട്ടുണ്ടെന്നുള്ളതിൻ്റെ തെളിവാണ് ഇന്ന് സമൂഹത്തിൽ, സഭയിൽ, കുടുംബത്തിൽ കാണുന്ന മൂല്യച്യുതികൾ, മൂല്യത്തിൻ്റെ നഷ്ടം, മൂല്യത്തിൻ്റെ ശോഷണം, വിശ്വാസത്തിൻ്റെ തലവും വിശുദ്ധിയുടെ തലവും രൂപാന്തരീകരണത്തിൻ്റെ തലവും അനുതാപത്തിൻ്റെ തലവും ഇല്ലാത്ത വിധം പരിശുദ്ധ കുർബാന സ്വീകരിക്കുകയും കുർബാനയിൽ പങ്കെടുക്കുകയും ചെയ്തുകൊണ്ട് വീണ്ടും ഇതേ ദുർഭൂതത്തെ സ്വീകരിക്കുമ്പോൾ, ആ പരിപാടികൾ കണ്ട് ദുർഭൂതത്തെ ഹൃദയത്തിലേക്ക് ആവസിക്കുമ്പോൾ, രാവിലെ കണ്ട വിശുദ്ധ കുർബാനയുടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും വൈകിട്ട് കാണുന്ന ദുർഭൂതത്തിൻ്റെ അശുദ്ധിയുടെ ശക്തിയും തമ്മിലുള്ള പോരാട്ടം ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ, ആന്തരിക തലത്തിൽ സംഭവിക്കുമ്പോൾ, നന്മ തിന്മകളെ വിവേചിച്ച് ദുഷ്ടതയെ, അശുദ്ധിയെ മാറ്റിവെച്ച് വിശുദ്ധിക്ക് വേണ്ടി തൻ്റെ ശരീരത്തെ വിട്ടുകൊടുക്കാൻ പ്രയാസം തോന്നുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ആത്മസംഘർഷമാണ് ആ വ്യക്തി ആത്മഹത്യ ഉണ്ടാകുന്ന കാരണമെന്ന് മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടില്ല. കാരണം ക്രിസ്തുവിൻ്റെ സുവിശേഷം നമുക്ക് പ്രത്യാശ തന്നിരുന്നെങ്കിൽ, ഇപ്പോൾ ക്രിസ്തുവിൻ്റെ സുവിശേഷമൊക്കെ കടന്ന് സനാതന സുവിശേഷത്തിന് വെളിപാടിലേക്ക് പോയപ്പോൾ ക്രിസ്തു എന്ന ആ വ്യക്തി, ദൈവം എനിക്ക് രക്ഷ തരുന്നില്ല, എൻ്റെ ആത്മാവിനെ രക്ഷിക്കാൻ കഴിയുന്നില്ല, അതിനുപയുക്തമല്ല എന്ന് തോന്നത്തക്ക രീതിയിൽ വ്യഭിചാരത്തിന് ദുർബോധത്തിൻ്റെ ശക്തി വർദ്ധിച്ചപ്പോൾ ഇവിടെ എന്തു സംഭവിച്ചു? ആത്മഹത്യ സംഭവിച്ചു. ഇന്ന് കേരളത്തിൽ സംഭവിക്കുന്ന ഡൈവോഴ്സുകൾ, ലിവിങ് ടുഗറുകൾ, ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന ആന്തരിക ആത്മീയ ശക്തി ഏതാണ്? പൈശാചിത്യാണ്. അതുകൊണ്ട് കർത്താവ് പറയാണ്, വ്യഭിചാര ദുർഭൂതം നിങ്ങൾ വസിക്കുന്നു. ഇനി ഹോസിയ പറയുന്ന പുസ്തകം തന്നെ 5-ാം അധ്യായത്തിലേക്ക്, 5-ാം അധ്യായം 4-ാം തിരുവചനമാണ് ഹോസിയ 4:12 പറഞ്ഞത്. ഇനി ഹോസിയ പറയുന്ന പുസ്തകം തന്നെ 5-ാം അധ്യായം അതിൻ്റെ 3-ാം തിരുവചനത്തിലേക്ക് വന്നാൽ വീണ്ടും ഇങ്ങനെ പറയുന്നത്, ഇസ്രായേൽ എന്നിൽ നിന്നും മറഞ്ഞല്ല ഇരിക്കുന്നത്,
എഫ്രായിം, നീ പരസംഗം ചെയ്തു, ഇസ്രായേൽ മലിനമാണ്. തങ്ങളുടെ ദൈവത്തിൻ്റെ അടുത്തേക്ക് തിരികെ പോകാൻ അവരുടെ പ്രവൃത്തികൾ അവരെ അനുവദിക്കുന്നില്ല. കാരണം വ്യഭിചാര ദുർഭൂതം അവരിൽ കുടികൊള്ളുന്നു. പ്രിയപ്പെട്ടവരെ, ഈ വചനം എടുത്ത് നിങ്ങൾ വായിച്ചു നോക്കുക. എന്നിട്ട് നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ രാവിലെ, ഇന്ന് ഞായറാഴ്ചയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഇന്ന് രാവിലെ എല്ലാ ദിവസവും ദേവാലയത്തിൽ പോകുന്ന വ്യക്തികൾ, എല്ലാ ദിവസവും കുർബാന ചെല്ലുന്ന വൈദികന്, എല്ലാ ദിവസവും കുർബാന അർപ്പിക്കുന്ന മെത്രാന്മാർ, കർദിനാൾമാർ, എല്ലാ ദിവസവും കുർബാന കാണുകയും സ്വീകരിക്കുകയും കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന കന്യാസ്ത്രീകൾ, വചനപ്രഘോഷകര് ഒക്കെ ഈ വചനം ഒന്ന് എടുത്തു വെച്ച് വായിക്കണം. ഉടൻ തന്നെ വായിക്കണം. വായിച്ച് അതിനകത്ത് അന്തർലീനമായിരിക്കുന്ന ജ്ഞാനത്തിന് വരത്തെ ഉപയോഗിച്ച് തൻ്റെ ഹൃദയത്തിലിരിക്കുന്ന ദുരാത്മാവ്, ദുർഭൂതം ഏതാണെന്ന് കണ്ടെത്തി അതിൽ നിന്ന് വിമോചനം നേടുവാൻ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുവചനവും തിരുരക്തവും ഉപയോഗിക്കുന്നില്ല എങ്കിൽ എന്തു സംഭവിക്കുമെന്ന് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. പ്രിയ സഹോദരനെ, 2027-28 കാലം ഇങ്ങ് വരും. നമ്മുടെ ജോലികൾ നഷ്ടപ്പെടും. വരുമാനം എന്നത് ഇല്ലാതെയാകും. നമ്മുടെ ജോലിയും ശമ്പളവും ഇല്ലാതെ വരുമ്പോൾ നമ്മുടെ ഭക്ഷണത്തിൻ്റെ സംവിധാനങ്ങൾ ഇല്ലാതെയാകും. നമ്മുടെ ആഡംബരങ്ങൾ ശൂന്യമാകും. നമ്മുടെ മൊബൈൽ ഫോണിൽ ചാർജ് ചെയ്യാൻ പൈസ ഇല്ലാതെ വരും. ടെലിവിഷനിൽ ഇടാൻ പൈസ ഇല്ലാതെ വരും. നമ്മുടെ വാഹനങ്ങൾ നിശ്ചലമാകും. നമ്മുടെ ആഹാരത്തിൻ്റെ കലവറ സ്രോതസ്സുകൾ നിന്നുപോകും. നാം വല്ലാത്ത പിരിമുറുക്കത്തിലേക്ക്, വല്ലാത്ത വേദനകളിലേക്ക്, വലിയ ആകുലതകളിലേക്ക്, ഉത്കണ്ഠകളിലേക്ക് വരുമ്പോൾ അവിടെ പിടിച്ചു നിൽക്കാൻ ശക്തി ലഭിക്കുകയില്ല. കാരണം ആ ആത്മാവിനെ, ആ വ്യക്തിയെ നിർവീര്യമാക്കുന്നത് എന്താണ്? ഹോസ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ പറഞ്ഞ 4-ാം തിരുവചനവും 5-ാം തിരുവചനവും എടുത്തു വെച്ച് വായിക്കുമ്പോൾ അവിടെ പറയുകയാണ്, ഇസ്രായേൽ മലിനമാണ് എന്ന് പറഞ്ഞാൽ നീ എന്ന വ്യക്തി മലിനമാണ്, അല്ലെ ഞാൻ എന്ന വ്യക്തി മലിനമാണ്. സഭയെ നോക്കി പറഞ്ഞ സഭ എന്ന സഭ മലിനമാണ്. എന്നിട്ട് കർത്താവ് പറയാണ്, ഇസ്രായേൽ മലിനമാണ്, സഭ മലിനമാണ്, അല്ലെങ്കിൽ ഞാൻ മലിനമാണ്, എൻ്റെ കുടുംബം മലിനമാണ്, എൻ്റെ ഇടവക മലിനമാണ്, എൻ്റെ ആഗോള സഭ മലിനമാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് പറയണം തങ്ങളുടെ ദൈവത്തിൻ്റെ അടുത്തേക്ക് തിരികെ പോകാൻ അവരുടെ പ്രവൃത്തികൾ അവരെ അനുവദിക്കുന്നത്. കാരണം വ്യഭിചാര ദുർഭൂതം അവരിൽ വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കത്തോലിക്ക സഭയിലെ ജനങ്ങളെ, ക്രിസ്ത്യാനികളെ, മെത്രാന്മാരെ, മാർപ്പാപ്പായെ എല്ലാവരെയും വിളിച്ചിട്ട് ഞാൻ പറയുകയാണ്, പ്രിയ കത്തോലിക്ക സഭയെ, ആഗോള തിരുസഭയെ, ഈ ഉടൻ തന്നെ ഒരു പുനർവിചിന്തനത്തിന് മെത്രാന്മാരും അച്ഛന്മാരും വൈദികരും സഭാപ്രഭാഷകരും ഉടൻ തന്നെ ഇരുന്നൊരു ചർച്ച ചെയ്ത് ഇതിൻ്റെ തീരുമാനം ഉടൻ കണ്ടെത്തി ഈ ക്ലാസുകൾ സഭയിൽ, ഇടവകയിൽ കൊടുത്ത് ജനത്തെ ഒരുക്കുന്നില്ല എങ്കിൽ ഈ വരാനിരിക്കുന്ന ദുരന്തത്തെ അതിജീവിക്കുവാൻ സാധിക്കുകയില്ല. കാരണം ക്രിസ്തുവിൻ്റെ സുവിശേഷം കടന്നുപോയി, കൃപായുഗം, പരിശുദ്ധാത്മ കാലഘട്ടം കടന്നുപോയി. ഇന്ന് ചെല്ലുന്ന കുർബാനകളും കുർബാനയിൽ നിന്ന് കാണുന്ന വ്യക്തികളും കീശയിൽ മൊബൈൽ ഫോണും ഇട്ട് തലേ ദിവസം അതും കണ്ട് ഇതും കണ്ട് ആ ദുർഭൂതത്തെയും കൊണ്ടാണ് പള്ളിയിലേക്ക് വന്ന് യേശു ക്രിസ്തുവിൻ്റെ തിരുത്വം ശിരശിരവും മേടിച്ച് തൻ്റെ വായിൽ കൂടെ അകത്തേക്ക് വിഴുങ്ങുമ്പോൾ ആ വിഴുങ്ങിച്ചെല്ലുന്ന അവിടുത്തെ കാണുന്ന ദുരാത്മാവ് വ്യഭിചാരത്തിന് ദുർഭൂതമാണെന്ന് കർത്താവ് പറയുമ്പോൾ ഈ വ്യഭിചാര ദുർഭൂതവും അവിടേക്ക് ഇറങ്ങിച്ചെന്ന പരിശുദ്ധാവിൻ്റെ പ്രാപവും തമ്മിൽ വലിയ ആത്മീയ സംഘർഷവും സംഘട്ടനവും നടക്കുമ്പോൾ തനിക്ക് നന്മ തിന്മകളെ വിവേചിക്കാൻ പറ്റാതെ വരികയും എൻ്റെ ശരീരം ദുർബലമായി ആ പൈശാചിക തിന്മയ്ക്ക് അടിമപ്പെട്ടു പോവുകയും ചെയ്യും. കാരണം അവിടെ യേശുവിൻ്റെ തിരുരക്തം നിർവീര്യമാണ്, അവിടെ യേശുവിൻ്റെ പരിശുദ്ധാത്മാവ് നിർവീര്യമാണ്. വ്യഭിചാര ദുർഭൂതത്തിലേക്ക് പോയിരിക്കുന്ന ആ ദൈവത്തിൻ്റെ പരിശുദ്ധമായ ആത്മാവിന് അവിടെ ശക്തി നിർവീര്യമാണ്. അതുകൊണ്ട് ആത്മസംഘർഷമുണ്ടാകുമ്പോൾ എന്തു സംഭവിക്കും? നന്മ തിന്മകളെ ഒന്ന് വിവേചിച്ചെടുത്ത് അതിനകത്തെ തിന്മയെ മാറ്റി നിർത്തി നന്മയെ ഉൾക്കൊള്ളാൻ സഹനം, അതിൻ്റെ പീഡയും സഹനവും തൻ്റെ മുമ്പിലേക്ക് വരുമ്പോൾ അതിനെ അതിജീവിക്കുവാൻ തക്ക ശക്തി നമ്മളിൽ ഇല്ലാതെ വരും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ ഇല്ലാതെ വന്നാൽ അവിടെ വ്യഭിചാര ദുർഭൂതമോ വ്യഭിചാര ദുരാത്മാവോ ആണ് ഉള്ളതെങ്കിൽ മാറിടം പരിശുദ്ധമല്ല. മാറിടം നിന്ന് പരസംഗം എടുത്തു മാറ്റാതെ തൻ്റെ മാറിടം ഉപയോഗിച്ച് അശുദ്ധിയുടെ, മ്ലേച്ഛതയുടെ എന്തെങ്കിലുമൊക്കെ പ്രദർശന വസ്ത്രങ്ങളോ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ദുരന്തങ്ങളുടെ പെരുമഴ ഇനി ഭൂമിയിലുണ്ടാവും. പ്രിയ സഹോദരരെ, ഞാൻ നിങ്ങളോട് പറയുകയാണ്, ആ സഹോദരൻ ഇട്ടു തന്ന ആ സൗന്ദര്യമുള്ള, മിടുക്കിയായ, വിദ്യാഭ്യാസമുള്ള, സമ്പൽ സമൃദ്ധിയുള്ള, ജോലിയുള്ള, പണമുള്ള ആ സ്ത്രീ
എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്തു ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് തരുന്ന സന്ദേശങ്ങൾ ഇതാണ്. അതുകൊണ്ട് കർത്താവ് പറയാണ്, നീ ഈ വചനം എടുത്തു വെച്ച് നോക്ക്, അതിനകത്തുണ്ട് അതിൻ്റെ കാരണങ്ങൾ. ഈ വചനം എടുത്തു വെച്ച് വ്യാഖ്യാനിച്ച് പഠിക്കേ, അത് ജനത്തെ ഉത്ബോധിപ്പിക്കേ. ഒരാളിലെങ്കിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കടന്നു ചെന്നാൽ ആ വ്യഭിചാര ദുർഭൂതത്തെ നശിപ്പിക്കുവാൻ തൻ്റെ ഹൃദയത്തിലും കണ്ണുകളിലും ഇന്ദ്രിയങ്ങളിൽ കൂടെ കടന്നു വന്ന അശുദ്ധിയുടെ മ്ലേച്ഛതയുടെ ദുരാത്മാക്കളെ ബന്ധിച്ച് ബഹിഷ്കരിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ നമ്മൾ തോറ്റെങ്കിൽ നാം പരാജയപ്പെട്ടേ പറ്റൂ, പരാജയപ്പെടുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് ലൂക്കാട് സുവിശേഷം 10-ാം അധ്യായം 19-ാം തിരുവചനം അവിടെ ഇങ്ങനെ വിവരിക്കുകയാണ്, ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും സകല ശക്തിയുടെ മേൽ ചവിട്ടി നടക്കാൻ നിനക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു, ഒന്നും നിന്നെ ഉപദ്രവിക്കുകയില്ല എന്ന് കർത്താവ് പറയുന്നുണ്ട്. ലൂക്കാട് സുവിശേഷം 10-ാം അധ്യായം 19-ാം തിരുവചനം അവിടെ ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തിയുടെ മേൽ ചവിട്ടി നടക്കാൻ നിനക്ക് അധികാരം തന്നിരിക്കുന്നു, ഒന്നും നിന്നെ ഉപദ്രവിക്കുകയില്ല എന്ന് പറയുമ്പോൾ പ്രിയ സഹോദരനെ, ഇവിടെ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇവിടെ മനസ്സിലാക്കേണ്ടത് പാമ്പ്, വ്യഭിചാരത്തിൻ്റെ ആസക്തി വർദ്ധിക്കുന്ന വസ്ത്രങ്ങൾ, വ്യഭിചാരത്തിൻ്റെ ആസക്തി തൻ്റെ ഹൃദയത്തിലേക്ക് കുമിഞ്ഞു കൂടുന്ന സംഭവങ്ങൾ കാണുക, അതിൻ്റെ ചിത്രങ്ങൾ, അതിൻ്റെ ചലനങ്ങൾ, അതിൻ്റെ ഡാൻസുകൾ, അതിൻ്റെ സംഭാഷണങ്ങൾ ഒക്കെ നമ്മൾ കേൾക്കുമ്പോൾ അതിൽ നിന്ന് കയറി വരുന്ന വ്യഭിചാര ദുർഭൂതം എൻ്റെ ആത്മാവിനെ നിർവീര്യമാക്കുന്നു. എന്നാൽ അതിനെ ചവിട്ടി മെതിക്കുവാൻ എന്ന് പറഞ്ഞാൽ കീഴ്പ്പെടുത്തുവാൻ, അതിൻ്റെ മേലെ കൂടെ ചവിട്ടി നടക്കുവാൻ, അതിനെ ഹൃദയത്തിലേക്ക് ഉയർത്തിക്കൊണ്ടിരാതെ കാലിൻ്റെ കീഴെ ചവിട്ടി മെതിക്കുവാൻ ഈ പൈശാചിക തിന്മയുടെ ശക്തിയുള്ള ദുർഭൂതത്തിൻ്റെ പ്രോഗ്രാമുകൾ, സംഭവങ്ങൾ, സംഭാഷണങ്ങൾ, നിറങ്ങൾ, ചലനങ്ങൾ, അതിൻ്റെ പരിപാടികൾ, അതിൻ്റെ ആകൃതികൾ, അതിൻ്റെ ഭക്ഷണ സംവിധാനങ്ങൾ, വസ്ത്ര സംവിധാനങ്ങൾ ഒക്കെ ഏതൊന്ന് വിവേചിച്ച് അതിനെ കാൽ കീഴി ചവിട്ടി മെതിക്കുവാൻ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ ഇന്നല്ല നാളെ നിന്റെ കൺട്രോൾ, നിന്റെ ആത്മാവിൻ്റെ വിധി, നീ ദുർഭൂതം ഏറ്റെടുക്കുകയും ആ ദുർഭൂതം നിന്നെ അഗാധമായ പാതാളത്തിൻ്റെ അടിയിലേക്ക് വലിച്ചു താഴ്ത്തുകയും ചെയ്യും. ഒരു സംശയം വേണ്ട. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തിയുടെ മേൽ ചവിട്ടി നടക്കാൻ നിനക്ക് അധികാരം തന്നിട്ടുണ്ട്. പക്ഷേ നീ വിശുദ്ധിയില്ല, നിന്നിൽ പരിശുദ്ധാത്മാവില്ല, നിന്നിൽ ക്രിസ്തുവിൻ്റെ വചനം നിലനിൽക്കുന്നില്ല, നിന്റെ ക്രിസ്തുവിലുള്ള വിശ്വാസം ശൂന്യമാണ്, നിന്റെ വിശ്വാസത്തിന് വിശുദ്ധിയും ശുഷ്കമാണ്. അങ്ങനെ കർത്താവ് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ചവിട്ടി നടക്കാൻ പറഞ്ഞെടുത്ത് ചവിട്ടി നടക്കില്ല, എടുത്ത് അണിയുകയാണ്, എടുത്ത് ഉപയോഗിക്കുകയാണ്. പ്രിയ സഹോദരരെ, ഇന്ന് കേരളത്തിൽ, ഭാരതത്തിൽ, ആഗോള സഭയിൽ ഏതെല്ലാം വ്യക്തിയുടെ കയ്യിൽ മൊബൈൽ ഫോണുകളുണ്ടോ, ഏതെല്ലാം വ്യക്തിയുടെ കയ്യിൽ ലാപ്ടോപ്പുകളും അതിൻ്റെ സംവിധാനങ്ങളുണ്ടോ, ഏതെല്ലാം അരമനകളിൽ, പള്ളികളിൽ, പള്ളിമുറിയിൽ കമ്പ്യൂട്ടറുകളുണ്ടോ, അവിടെ ഒന്നും വിശുദ്ധമല്ല. അതിരിക്കുന്നത് മെത്രാൻ്റെ അരമനയിലോ ബിഷപ്പ് ഹൗസിലോ, കർദിനാൾമാരുടെയും ബിഷപ്പ് ഹൗസിലോ, മാർപ്പാപ്പയുടെ മുമ്പിലോ, ആരുടെ മുമ്പിലാണെങ്കിലും ഈ ഇലക്ട്രോണിക്കൽ ഉപകരണങ്ങൾ ഉപയോഗിച്ച് അത് ഉപയോഗിക്കരുതെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ, മതബോധന ഗ്രന്ഥത്തിൽ എഴുതി വെച്ച വചനങ്ങൾ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. എന്നിട്ടും അതിനെ ധിക്കരിച്ച് ഈ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ലോകത്തിലെ എന്തെങ്കിലും അശുദ്ധമായ സംഭാഷണങ്ങൾ കാണുകയോ കേൾക്കുകയോ ചെയ്തതിനു ശേഷം കുർബാന സ്വീകരിക്കുകയോ കുർബാന ചൊല്ലുകയോ ചെയ്യുന്ന ആരുമായിക്കോട്ടെ, ആ വ്യക്തിയിൽ വ്യഭിചാര ദുർഭൂതം കുടികൊള്ളുമെന്നും അവൻ നിന്നെ കീഴ്പ്പെടുത്തുമെന്ന് നമ്മൾ ഓർമ്മിച്ചുകൊള്ളുക പ്രിയ. അതുകൊണ്ടാണ് ഇന്ന് നമ്മുടെ സഭ, അല്ലെങ്കിൽ ഇന്ന് നമ്മുടെ രാജ്യങ്ങൾ നമ്മൾ നോക്കണ്ട, സഭയ്ക്ക് പുറത്തുള്ള കാര്യം നമ്മൾ നോക്കുകയും വേണ്ട. കാരണം നമുക്ക് അത് നമ്മൾ നോക്കേണ്ട ആവശ്യമേ ഇല്ല. സഭയ്ക്കുള്ളിൽ, എന്നിൽ, എൻ്റെ ഇടവകയിൽ, എൻ്റെ രൂപത്തിൽ, എൻ്റെ സഭയിൽ എന്തു സംഭവിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടതും ചർച്ചാവിഷയമാക്കേണ്ടത്. അതിലെ പ്രിയ സുഹൃത്തുക്കളെ, കർത്താവ് പറയാണ്, നീ ലൂക്ക 10:19 കർത്താവ് എഴുതി വെച്ച വചനം, ഈ അശുദ്ധിയുടെയും മ്ലേച്ഛതയുടെയും ദൗർബല്യത്തിൻ്റെയും ക്ഷീണിപ്പിക്കുകയും മന്ദബുദ്ധിയാക്കുകയും വിവേചിച്ച് വിശുദ്ധിയെ വേർതിരിച്ചെടുക്കാൻ ശക്തി ഇല്ലാതാക്കുന്ന വിധത്തിലുള്ള സംഭാഷണങ്ങളും പരിപാടികളും ചിത്രങ്ങളും നമ്മൾ കാണുകയും ചെയ്യുമ്പോൾ നന്മയും തിന്മയും തമ്മിൽ ഉള്ളിൽ നടക്കുന്ന ആന്തരിക സംഘർഷാവസ്ഥയെ അതിജീവിക്കാൻ പറ്റാതെ വരുമ്പോൾ, നീതിബോധം നമ്മുടെ മുമ്പിൽ വന്ന് കുറ്റം പറയുമ്പോൾ, ക്രിസ്തുവിൻ്റെ മുമ്പിൽ നീ ഇത്രയും കാലം വിശുദ്ധിയോടെ നിന്നതിന് ശേഷം, ക്രിസ്തുവിൻ്റെ തിരുശരീര രക്തങ്ങൾ നീ സ്വീകരിച്ചതിന് ശേഷം നീ ഇത്ര നിർലജ്ജമായി അശുദ്ധിയുടെ മ്ലേച്ഛതയുടെ വൃത്തികേടിൻ്റെ സംഭാഷണങ്ങൾ പരിപാടിയിൽ കാണൂ, അതിനാൽ നിന്നിലേക്ക് കയറി വന്നൊരു ദുരാത്മാവിനെ നിനക്ക് കീഴ്പ്പെടുത്താൻ സാധിക്കുകയില്ല എന്നുള്ള ആത്മസംഘർഷം ഉണ്ടാകുമ്പോൾ, ചെറിയ കാരണത്താൽ ആ വ്യക്തി, ഞാനോ നിങ്ങളോ ആരുമായിക്കോട്ടെ, വ്യഭിചാര ദുർഭൂതം എന്നിലുണ്ടെങ്കിൽ ആത്മഹത്യ അല്ലാതെ മറ്റൊന്നിലേക്കും സാത്താൻ നമ്മളെ കൊണ്ടുപോവുകയില്ല. ഈ സത്യം തിരിച്ചറിയണമെങ്കിൽ നാം എന്തു ചെയ്യണം? ഇന്ന് നാം നമ്മുടെ കണ്ണുകൾക്ക്
കാതുകൾക്ക് എന്തു കൊടുക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. ആ എന്ത് കൊടുക്കുന്നതിന് പണം ഉപയോഗിച്ചിട്ടുണ്ട് നമുക്കറിയാം, ചാർജ് ചെയ്യണമെങ്കിൽ ഇത്ര രൂപ അടയ്ക്കണം. ആ അടയ്ക്കുന്ന പൈസ പോലും നമുക്ക് അനുകൂലമായി നിൽക്കുന്ന ആത്മീയ ശക്തിക്ക് വേണ്ടിയല്ല, നമ്മളെ തകർക്കുന്ന എതിർ ശക്തിക്ക് വേണ്ടിയിട്ടാണെന്നുള്ള തിരിച്ചറിവിലേക്ക് നാം പോയേ പറ്റൂ. പോകണം, ഉടൻ തന്നെ പോകണം പ്രിയ സഹോദരരെ. ഇല്ലെങ്കിൽ ഈ ആത്മീയ സംഘർഷം ഇനി വർദ്ധിക്കും, 10 മടങ്ങായിട്ട് വർദ്ധിക്കും. കാരണം നമുക്ക് കിട്ടിയിരുന്ന കാനഡയിലെ മേശ, സാമ്പത്തിക മേശ, ജെറുസലേം ദേവാലയത്തിലെ 4 വിഗ്രഹങ്ങൾ, ജെറുസലേം ദേവാലയത്തെ 4 സംഭവങ്ങളെ യേശു തട്ടിമറിച്ചത് ഓർക്കുന്നുണ്ടല്ലോ. അമേരിക്കൻ മേശകൾ, കാനഡ മേശകൾ, ലണ്ടൻ മേശകൾ, ഇസ്രായേൽ മേശകൾ, യൂറോപ്യൻ മേശകൾ, ഓസ്ട്രേലിയൻ മേശകളൊക്കെ പെട്ട് കഴിഞ്ഞു. ഇനി അത് അധികം കാലം നിലനിൽക്കില്ല. അവിടെ വരുമ്പോൾ നാം പഠിച്ച വിദ്യാഭ്യാസവും നാം മുടക്കിയ പണവും നമുക്ക് തിരിച്ച് കിട്ടാതെ വരുമ്പോൾ ഈ വലിയ വിവേചനം നമ്മുടെ ഹൃദയത്തിൽ ആത്മസംഘർഷം രൂപപ്പെടുത്തുകയും തിരിച്ച് നാട്ടിലേക്ക് വരാനോ കയറിപ്പോകാനോ പറ്റാത്ത അവസ്ഥയും പശ്ചാത്തലവും നമ്മുടെ മുമ്പിൽ വരികയും ചെയ്യും എന്ന സത്യം ഓർത്തുകൊണ്ട് പ്രിയ സഹോദരരെ, നാം ക്രിസ്തുവിൻ്റെ വചനത്തിൽ അതിശക്തമായി ആഴപ്പെടേണ്ട സമയമാണ്. എന്നാൽ ക്രിസ്തുവിൻ്റെ വചനത്തെ നാം വിശുദ്ധിയുടെ തലങ്ങളിൽ സ്വീകരിച്ചില്ല എങ്കിൽ, പരിശുദ്ധി കൊണ്ട് നിറഞ്ഞില്ല എങ്കിൽ, ആ വചനങ്ങൾ നമുക്ക് നിർവീര്യമാണ്, നമുക്ക് ഗുണകരമല്ല. അതുകൊണ്ട് എത്രമാത്രം കേരളത്തിലോ ലോകത്തിലോ ക്രിസ്തുവിൻ്റെ സുവിശേഷം ഇന്നത്തെ സഭ വിളമ്പിയാലും കൊടുത്താലും കോരി ഒഴിച്ചാലും ദിവസങ്ങളെടുത്താലും അത് വിലപ്പോകുകയില്ല, ഗുണകരമല്ല എന്ന് ഞങ്ങളോട് പറയുകയാണ്. എന്നാൽ സനാതന സുവിശേഷമായ വെളിപാട് ഗ്രന്ഥത്തെ ആസ്പദമാക്കി ഇനിയുള്ള കാലഘട്ടങ്ങൾ നാം ബൈബിൾ പഠിച്ചില്ലെങ്കിൽ, സുവിശേഷം പഠിച്ചില്ലെങ്കിൽ, ഈ സുവിശേഷം നമുക്ക് പ്രയോജനകരമല്ല. ഇപ്പോൾ നടക്കുന്ന ഒരു സുവിശേഷ പ്രഘോഷണങ്ങളും ഒരു പ്രയോജനം ചെയ്യാത്തതാണെന്ന് ഞാൻ നിങ്ങൾ പറയും. കേരളത്തിൽ ഇന്ന് നടക്കുന്ന എല്ലാ സുവിശേഷ പ്രഘോഷണങ്ങളും ഇപ്പോൾ അപ്രസക്തമാണ്, ഇപ്പോൾ പ്രസക്തമല്ല, ഉപയോഗശൂന്യമാണ്. എന്തുകൊണ്ട്? അത് ഈ സുവിശേഷവും ധ്യാനമൊക്കെ കൂടിക്കഴിഞ്ഞ ശേഷം വൈകിട്ട് വീട്ടിൽ പോയി ഈ മൊബൈൽ എടുത്ത് സ്വകാര്യതയിലേക്ക് കയറി കഥകിന് കുറ്റിയിട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും എന്താണെന്ന് ചിന്തിച്ചാൽ മാത്രം മതി. അപ്പോൾ മനസ്സിലാകും സുവിശേഷത്തിൻ്റെ അപ്രസക്തി, സുവിശേഷത്തിൻ്റെ പ്രസക്തി. അപ്പോൾ സുവിശേഷം പ്രയോജനകരമല്ല എന്നുള്ളത് തെളിയാൻ ഈ കാരണങ്ങൾ മതി. അതിനാൽ ഇന്ന് കേരളത്തിലുള്ള മുഴുവൻ മെത്രാന്മാരും വൈദികരും കന്യാസികളും വചനപോഷകരും കുടുംബിനികളും കുടുംബവും മാതാപിതാക്കന്മാരും സഭയും കേരളത്തിലെ മുഴുവൻ റീത്തുകളും ഭാരതത്തിലെ മുഴുവൻ റീത്തുകളും ലോകത്തിലെ മുഴുവൻ റീത്തുകളിൽപ്പെട്ട ആഗോള കത്തോലിക്ക സഭ ഒരു പുനർവിചിന്തനത്തിന് ഉടൻ തന്നെ ഒരു പുനർപഠനത്തിന് ഒരു റിസർച്ചിന് തയ്യാറാകുന്നില്ലെങ്കിൽ വലിയ ദുരന്തങ്ങൾ. അതുകൊണ്ടാണ് കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞ വെളിപാടിൻ്റെ പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 4-ാം തിരുവചനത്തിൽ കർത്താവ് എഴുതി വച്ച വചനോട് ഒന്നും കൂടെ ഓർപ്പിക്കുകയാണ്. അവിടെ ഇങ്ങനെ പറയുകയാണ്, വെളിപാട് 18:4, എൻ്റെ ജനമേ അവിടുന്ന് ഓടിയകലുവിൻ, അല്ലെങ്കിൽ അവളുടെ പാപങ്ങളിൽ നിങ്ങളും പങ്കാളികളാകും. അവളുടെ മേൽ പതിച്ച മഹാമാരികൾ നിങ്ങളെയും പിടികൂടും. അവളുടെ പാപങ്ങൾ ആകാശത്തോളം കൂമ്പാരം കൂടിയിരിക്കുന്നു. ദൈവം അവളുടെ അതിക്രമങ്ങളെ ഓർമ്മിക്കുകയും ചെയ്തിരിക്കുന്നു. അവൾ കൊടുത്തതുപോലെ അവൾക്കും തിരികെ കൊടുക്കുവിൻ. അവളുടെ പ്രവൃത്തികൾക്ക് ഇരട്ടി പ്രതിഫലം നൽകുവിൻ. അവൾ കലർത്തി കൊടുത്ത പാനപാത്രത്തിൽ അവൾക്ക് ഇരട്ടി കലർത്തി കൊടുക്കുവിൻ. അവൾ തന്നെ എത്രത്തോളം മഹത്വപ്പെടുത്തുകയും സുഖഭോഗങ്ങളിൽ മുഴുകുകയും ചെയ്തുവോ അത്രത്തോളം തന്നെ പീഡനവും ദുഃഖവും അവൾക്ക് നൽകുവിൻ. എന്തെന്നാൽ അവൾ ഹൃദയത്തിൽ പറഞ്ഞു, ഞാൻ രാജ്ഞിയായി വാഴുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ശിക്ഷ, ആഗോള ശിക്ഷ, ഭൂലോകത്തെ മുഴുവനും ശിക്ഷിക്കുന്ന ആ വലിയ ദുരന്ത ശിക്ഷ ഇതാ വരികയാണ് പ്രിയപ്പെട്ടവർ. ഉടൻ തന്നെ വലിയ താമസമൊന്നുമില്ല. ഇനി ഉടനെ എത്തി എന്ന് പറയാവുന്ന പോലെ തന്നെ 3-ാം ലോക മഹായുദ്ധം പടിവാതിൽക്ക് എത്തിമുട്ടി നിൽക്കുമ്പോൾ ഇന്നും മനുഷ്യന് വിവേചനാശക്തി നഷ്ടപ്പെട്ടു. സുവിശേഷത്തിൻ്റെ ആവശ്യകതയില്ല. സുവിശേഷത്തെയൊക്കെ തള്ളിപ്പറഞ്ഞു. കേട്ട സുവിശേഷത്തിന് പുല്ലുവില പോലും കൊടുക്കാത്ത സഭയും ക്രിസ്ത്യാനികളും ക്രിസ്തുവിൻ്റെ വചനം തള്ളിക്കളഞ്ഞെടുത്ത് അതിശക്തമായ പീഡനത്തിന് പോകേണ്ട അവസ്ഥ ഉടൻ തന്നെ സംജാതമാണ്. അതിലെ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ആ സഹോദരൻ ഇട്ടു തന്ന ആ വീഡിയോ കണ്ടപ്പോൾ വളരെ വിഷമം തോന്നി. ഞാൻ ആ വിഷയത്തെ ആസ്പദമാക്കി പ്രാർത്ഥിച്ചു, പഠിച്ചു, ചിന്തിച്ചപ്പോൾ സർവശക്തനായ ദൈവം പറഞ്ഞതാണ്, നിങ്ങളിലൊന്നും വിശുദ്ധി എന്ന് പറയുന്ന സംഗതിയില്ല. സുവിശേഷത്തിൽ ഒരു വചനവും നിങ്ങളിൽ ഇപ്പോൾ നിലനിൽക്കുന്നില്ല. കേരള സഭയിലും ഭാരത സഭയിലും ആഗോള സഭയിലും സുവിശേഷമല്ല ഇപ്പോൾ പ്രഘോഷിക്കപ്പെടുന്നത്. ചില തത്വസംഹിതകൾ, ചില കാഴ്ചപ്പാടുകൾ, ചില ആശയങ്ങൾ എല്ലാം കൂടെ കൂട്ടിക്കുഴച്ചിട്ട് ഒരു സാമ്പാർ പായസം പോലെ ഒരു പായസ സുവിശേഷമാണ് കൊടുക്കുന്നത്. ഒരു പായസ സുവിശേഷം പോലെ
അല്പം മധുരം ഉണ്ടാവും, അല്പം അതുണ്ടാവും, ഇതുണ്ടാവും എന്നുള്ള രീതിയിലുള്ള സുവിശേഷം അത് പ്രയോജനകരമല്ല എന്ന് തെളിയുകയാണ്. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ അത് വ്യക്തമായിട്ട് തെളിയും. അതിനാൽ ഒരു സനാതന സുവിശേഷം, യേശുക്രിസ്തുവിൻ്റെ സനാതന സുവിശേഷം വെളിപാട് ഗ്രന്ഥമാണ്. വെളിപാട് ഗ്രന്ഥത്തെ ആസ്പദമാക്കിയുള്ള ജ്ഞാനത്തിലും അറിവിലും ജ്ഞാനത്തിലും അതീന്ദ്രിയ ജ്ഞാനത്തിലും ആസ്പദമായ ഒരു പ്രബോധന ജ്ഞാനത്തിലേക്ക് നാം മാറേണ്ടത് അത്യാവശ്യമാണ്. അല്ലാതെ ഒരു വചനത്തിൻ്റെ, ഒരു ഏക വചനത്തിൻ്റെ ഒരു ഏകതല ജ്ഞാന അർത്ഥം മാത്രമല്ല നമുക്ക് ആവശ്യം. അതിലപ്പുറത്തേക്ക് ശാസ്ത്രം വളർന്നു, ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ വളർന്നു, വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന യന്ത്രങ്ങൾ മുഴുവൻ ലോകത്ത് കണ്ടുപിടിക്കപ്പെട്ടു. ആ പശ്ചാത്തലം ഒരുങ്ങി നിൽക്കുമ്പോൾ, ലോകം ഒരു 3-ാം ലോക മഹായുദ്ധത്തിന് തയ്യാറെടുക്കുമ്പോൾ, അതിൻ്റെ പശ്ചാത്തലത്തിന് വാദിക്ക് നമ്മൾ എത്തി നിൽക്കുമ്പോൾ, നമ്മുടെ അറിവും ജ്ഞാനവും അതീന്ദ്രിയ ജ്ഞാനവും അതിശക്തമായിട്ട് വളർന്നില്ല എങ്കിൽ വലിയ ദുരന്തങ്ങൾ 666 പോലെയുള്ള ചിപ്പുകൾ കാര്യങ്ങളൊക്കെ വരാൻ കിടക്കുന്നു. ആ സമയത്ത് നാം പതറുക തന്നെ ചെയ്യും. നമ്മളെ സഹായിക്കാൻ ആരും ഉണ്ടായിരിക്കില്ല. ക്രിസ്തുവിൻ്റെ വചനം അന്വേഷിച്ചാൽ കിട്ടില്ല ആ സമയത്ത്. അതിനെപ്പറ്റി സഹോദരങ്ങളെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുത്വം നമ്മെ ഓരോരുത്തരെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തു തിരുവചനം നമ്മളിൽ നിലനിൽക്കണമെങ്കിൽ വിശുദ്ധി ആവശ്യമാണ്. മാമോനെയും ദൈവത്തെയും നമുക്ക് ഒരുമിച്ച് സേവിക്കാൻ സാധ്യമല്ല. അതിനെപ്പറ്റി സഹോദരങ്ങളെ, ഈ പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി വളരെ ഗഹനമായി പഠിക്കുകയും അതിന് വേണ്ടിയിട്ട് എന്തു ചെയ്യണമെന്ന് അടുത്ത ക്ലാസ്സിൽ നിങ്ങളോട് വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ഞാൻ ചില കാര്യങ്ങൾ അതിനായിട്ട് നിങ്ങളെ ഒരുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് എൻ്റെ കൂടെ അതനുസരിച്ച് കൂടാവുന്നതാണ്. അല്ലാത്ത പക്ഷം പിന്നീട് വരുന്ന ദുരന്തങ്ങൾക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത വിധം ആയിപ്പോവുകയും ചെയ്യും. അതിനെപ്പറ്റി സുഖങ്ങളെ, കർത്താവായ യേശു ക്രിസ്തു അമ്മയോട് സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.